രോഗിയെ തറയിൽ കിടത്തിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. വേണുവിനെ തറയിൽ കിടത്തിയത് പ്രാകൃതമായ നിലവാരമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിമർശനം. മെഡിക്കൽ കോളേജുകൾ ധാരാളം തുടങ്ങുന്നുണ്ട്, കാര്യമില്ല. മെഡിക്കൽ കോളേജുകൾ നമ്മളിപ്പം പലയിടത്ത് തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് 500 കോടി രൂപയെ അടുപ്പിച്ച് ചിലവായി എന്നാണ് എനിക്ക് കിട്ടിയൊരു കണക്ക്. അപ്പം എന്നിട്ടും അവിടെ ചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട്. രോഗികളുടെ ബാഹുല്യം. അപ്പോൾ ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ് 2-ാം വാർഡ് 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അതേസമയം വേണുവിന് മതിയായ ചികിത്സയും സൗകര്യങ്ങളും ലഭിച്ചില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോഴും കുടുംബം. ക്രിയാറ്റിന്റെ അളവായാലും പിന്നെ എന്തുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്തില്ല എന്നുള്ളത് അവർ വേണം പറയാൻ. അല്ലാതെ ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ഒരിക്കലും കൂടിയിട്ടില്ല അവിടെ. ഈ ഡോക്ടർ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എന്തുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞില്ല? ഇത്തിരി ശ്വാസം ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ അതിലേ പോയ ഡോക്ടറുടെ സിസ്റ്റമാണ് ഞാൻ അപേക്ഷിച്ചു. ഒരു കുഞ്ഞുങ്ങൾ പോലും അത് കൈകൊണ്ടില്ല. എല്ലാവരും നടന്നങ്ങ് പോയത്. എന്നിട്ട് രാവിലെ പോയി കണ്ട ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചപ്പോൾ അന്നേരം പറയുന്നു ഇച്ചിരി ക്രിട്ടിക്കലാണ്, നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കും. ഈ നെഞ്ചിൽ വെള്ളം കെട്ടിക്കാൻ കൊണ്ടുപോകുന്ന ഞാനോ അതോ അല്ലാതെ എൻ്റെ ഹസ്ബൻഡോ അല്ല അറിയേണ്ടത്, അത് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അറിയേണ്ടത്. ഡോക്ടർ 100% അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, 2 കാര്യം. ഒന്ന്, കുടുംബം ഇപ്പോഴും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ് വേണുവിന്റെ മരണത്തിന് കാരണമായത് എന്ന് ആ കുടുംബം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് വീണ്ടും അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് കഷ്ടം. മുൻപും പറഞ്ഞതൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിട്ടും നമ്മുടെ സിസ്റ്റം ശരിയായിട്ടില്ല. അതേ മനുഷ്യൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്. പൂജ, ഹാരിസ് ചിറക്കൽ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനത്തെ ആകെ പ്രതിസന്ധിയിലാക്കും വിധത്തിലാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മേന്മയൊക്കെ പറഞ്ഞ ആരോഗ്യമന്ത്രി സ്ഥിരമായി ചില കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം റദ്ദ് ചെയ്യുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ ഹാരിസ് ചിറക്കലിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വേണുവിനെ എന്താണ് സംഭവിച്ചത് എന്ന് മരണപ്പെടും മുൻപ് വേണു കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തറയിൽ കിടത്തി ചികിത്സ എന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പുതുമയുള്ള ഒരു കാര്യമല്ല. മാതൃഭൂമി ന്യൂസ് സംഘമടക്കം പലവട്ടം ഈ പറഞ്ഞ ഹാരിസ് ചിറക്കൽ നേരത്തെ സൂചിപ്പിച്ച 2-ാം വാർഡിലും അതോടൊപ്പം തന്നെ 28-ാം വാർഡിലുമൊക്കെ പോയി അവിടുത്തെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോഴും ഈ സമയത്ത് അവിടെ ചെന്ന് നോക്കിയാൽ പോലും നിരവധി ആളുകൾ തറയിൽ ചികിത്സ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ബെഡ് പോലും കിട്ടാതെ ആളുകൾക്ക് ചികിത്സ നൽകുന്നത് അവിടെ ഒരു പതിവ് കാര്യം മാത്രമാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന വാർഡുകളിലേക്ക് എത്താത്ത ആളുകൾക്ക് മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി തോന്നുന്നത്. വേണു പറഞ്ഞതൊക്കെ ഒരു ഞെട്ടലോടുകൂടി കേരളം കേട്ടുവെങ്കിൽ എനിക്കത് കേട്ടപ്പോൾ യാതൊരുവിധ ഞെട്ടലും തോന്നിയില്ല. കാരണം അവിടെ ചെന്ന് നിരന്തരമായി നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിൽ ഒരാൾ മാത്രമാണ് വേണു എന്നുള്ളതാണ് നമുക്ക് ആ വേണുവിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഹാരിസ് ചിറക്കൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും എല്ലാം പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു സർക്കാർ സർവീസിലിരിക്കുന്ന ഡോക്ടറാണ്, യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന ഒരാളാണ്, അതിന് ചുമതല വഹിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ഹാരിസ് ചിറക്കൽ തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ ആ മന്ത്രി അടക്കം പ്രതികരിക്കേണ്ടതുണ്ട്. മുൻപും ഇതേപോലെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞതാണ്. അന്ന് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഏതെല്ലാം തരത്തിൽ നടപടികളൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്ന് കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷവും ഒരു മനുഷ്യന്റെ മരണവാർത്ത, അതും അനാസ്ഥയുടെ പേരിൽ നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പലയിടങ്ങളിലും സിസ്റ്റം പലപ്പോഴും ആരോഗ്യ മേഖലയിൽ പല പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അവ കൂടി എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് ഇല്ലാതായിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.